കേക്കച്ചൻ ഹൈക്കമാൻഡിനെ വരെ മുട്ടുകുത്തിച്ചത് ഇങ്ങനെയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് വൺമാൻ ഷോ കളിച്ച നെട്ടൂരിലെ പഴയ ആ മണി ചെയിൻ തട്ടിപ്പുകാരനായ സതീശനോട് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ തെൻകണി യാത്രയുടെ സമാപന ദിവസം പരസ്യമായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. There are many beautiful dances in Kerala. Dances. കേരളത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള നർത്തകരുണ്ട്. മോഹിനിയാട്ടം, ഒരുപാട് നൃത്തരൂപങ്ങളുള്ള കല കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് കേരളം. Some dances are individual dances. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണ്. Where suddenly one dancer comes in the middle and starts to dance. ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് ഒറ്റക്ക് നൃത്തം ചെയ്യാൻ തുടങ്ങും, അത് ആളുകളെ ആകർഷിക്കും. Like in Mohiniyattam, one person dances. മോഹിനിയാട്ടം നോക്കൂ, ഒറ്റ വ്യക്തിയാണ് വേദിയിൽ വരുന്നത്, ആ ഒറ്റ വ്യക്തി നൃത്തം ചെയ്യുന്നു. And then there are also group dances where everybody dances together. അതോടൊപ്പം സംഘനൃത്തങ്ങളുമുണ്ട്. ആ സംഘനൃത്തങ്ങളിൽ ഒരുപാട് പേർ ഒന്നിച്ചു ചേർന്ന് നൃത്തം വെക്കുന്നതാണ് നാം കാണാറുള്ളത്. Now, when a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. അങ്ങനെ ഒരു സംഘനൃത്തം നടക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വന്ന് ഒറ്റക്കൊരു നൃത്തം നടത്തി മറ്റുള്ളവരുടെ ആകർഷണം നേടാൻ ശ്രമിക്കാറുണ്ട്. So the advice from the people of Kerala to the UDF leaders is dance together. അതുകൊണ്ട് കേരളത്തിലെ UDF നേതാക്കളോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഉപദേശം, ഒന്നിച്ചു ചേർന്ന് കൂട്ടമായി ഒരു സംഘനൃത്തമായി മാറൂ. And they are already saying if the UDF dances together harmoniously, we are going to make you the government of Kerala. They already saying it. ജനങ്ങൾ ഒരു കാര്യവും കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. UDF നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരു സംഘനൃത്തം സമ്മാനിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാമെന്നും കേരളത്തിലെ ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞാൻ കേൾക്കുന്നു. സോളോ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇവിടെ ആവശ്യമെന്ന്. പക്ഷേ കേട്ടില്ല. കേക്കച്ചൻ തൻ്റെ സോളോ പെർഫോമൻസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും തിരഞ്ഞെടുപ്പിനെ നയിച്ചത് താൻ മാത്രമാണ് എന്ന മട്ടിൽ PR ക്യാമ്പയിൻ നടത്തി. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. KC വേണുഗോപാലിനെ പ്രതിരോധിക്കുവാൻ രമേശ് ചെന്നിത്തലയും K സുധാകരനും സതീശനും ഒരുമിച്ച് KC വന്നാൽ സതീശനും രമേശനും മന്ത്രിസഭയിൽ കാണില്ല എന്ന തരത്തിലുള്ള നറേറ്റീവ് ഇറക്കി KCയെ ഒതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം നൽകി ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് 91% ജനങ്ങളും കേക്കച്ചനാകണം എന്ന തരത്തിൽ പ്രതികരണമുണ്ടാക്കി അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ 99% ജനങ്ങളും ഈ ഒതുക്കീശൻ എന്ന താരകപ്പെണ്ണിൻ്റെ കൂട്ടുകാരനായ ഈ തേൻകണി വീരൻ മുഖ്യമന്ത്രി പോയിട്ട് പറവൂരിൽ നിന്ന് ജയിക്കുക പോലും ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ കോടികൾ എറിഞ്ഞുള്ള PR വർക്ക് കൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള ഗിമ്മിക്കുകൾ ഇയാൾ കാണിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുപോലെ UDFന് ഇനി 100-ൽ പരം സീറ്റുകൾ ലഭിച്ചെന്നിരിക്കട്ടെ, ഈ വൃത്തികെട്ട നെട്ടൂർ കേക്കച്ചൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആ വിജയം UDFന് ലഭിക്കുവാൻ പോകുന്നത്? ഒരിക്കലുമല്ല. പിണറായി വിജയൻ എന്ന പരനാറി വിജയൻ അവൻ്റെ അഹങ്കാരവും ഏകാധിപത്യവും തെമ്മാടിത്തരവും കൊണ്ട് കേരള ജനതയെ അതുപോലെ വെറുപ്പിച്ചത് കൊണ്ട് മാത്രമുണ്ടായ ആ കനത്ത ഭരണകൂട വിരുദ്ധ വികാരം അഥവാ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ കൊണ്ട് മാത്രമാണ് UDFനെ ജനം ഇത്തവണ പരിഗണിക്കാൻ പോകുന്നത്. ഈ വൃത്തികെട്ട കുലംകുത്തി സതീശൻ മുന്നിൽ നിൽക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ UDFനൊരു 125 സീറ്റ് വരെ കിട്ടുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അമ്മാതിരി വെറുപ്പീരാണ് ഈ കോരൻ വിജയൻ ഈ കേരള നാട്ടിൽ ചെയ്തു കൂട്ടിയത്. സതീശൻ കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്ത് ചെയ്തു? വിജയൻ്റെ ഇലയും ചെരുപ്പും നക്കി 5 കൊല്ലം വിജയൻ കൊടുത്ത ഇന്നോവയിൽ പാറിപ്പറന്ന് നടന്നു. കന്റോൺമെന്റ് ഹൗസിൽ ഭാര്യയും മകളെയും താമസിപ്പിക്കാതെ കേക്കച്ചിമാരെ കൊണ്ട് താമസിപ്പിച്ച് കേക്ക് മുറിച്ച് സുഖിച്ച് ആനന്ദിച്ച് ജീവിച്ച സതീശൻ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുവാൻ PR പണി ചെയ്തതല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടിയോ കേരള ജനതയ്ക്ക് വേണ്ടിയോ എന്ത് ചെയ്തു? അതുപോലെ പ്രവാചകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അടൂരിലെ ഒരു വ്യഭിചാരി പാസ്റ്ററുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്ന ഇരട്ടത്താപ്പിൻ്റെ ആശാനായ ഇയാൾ എങ്ങനെ നിലപാടുകളുടെ രാജകുമാരനാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ ഇനി വിജയമുണ്ടായാൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ അഡ്വാൻസായി ഈ നെട്ടൂർ കേക്കച്ചൻ
100-ൽ പരം സീറ്റ് കിട്ടും എന്ന് നാഴികയ്ക്ക് 40 വട്ടം ദാവടിച്ചുകൊണ്ട് നടക്കുന്നു. അതിന് ഇയാൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തോ? എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഇദ്ദേഹത്തിനുണ്ടായിരുന്നോ? നല്ലൊരു പ്രതിപക്ഷ നേതാവായെങ്കിലും ശോഭിക്കുവാൻ ഇയാൾക്ക് സാധിച്ചോ? ഒരൊറ്റ പ്രതിഷേധ സമരം പോലും നടത്തുവാൻ ഇയാൾക്ക് സാധിച്ചോ? സുഡാപ്പികളുടെ ഏജന്റായി പിണറായിയുടെ വിശ്വസ്തനായി നിന്ന് കഴിഞ്ഞ 5 കൊല്ലം ഇയാൾ ശതകോടികൾ ഉണ്ടാക്കിയതല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? സ്വന്തം PR അല്ലാതെ എന്ത് ചെയ്തു? സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ ഒതുക്കി, രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള യുവനേതാക്കന്മാരെ തേൻകണിയിൽപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയത് നെട്ടൂരിലെ ഈ തേൻകണി വീരൻ്റെ നാറിയ നിലപാട് കൊണ്ടല്ലേ? കോടതിയിൽ വരെ നിലപാട് പൊളിഞ്ഞു പോയപ്പോൾ എവിടെ പോയി ഇയാളുടെ ആ ബോധ്യങ്ങൾ? 2016-ൽ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയത് ഈ അധമൻ ഒറ്റയൊരുത്തനാണ്. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. ഏറ്റവും UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഉണ്ടല്ലോ, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ലല്ലോ. 2021-ലും പിണറായിക്ക് തുടർഭരണം ഒരുക്കി കൊടുത്തത് ഈ വൃത്തികെട്ടവൻ ഒറ്റയൊരുത്തനാണ്. 2026-ൽ പിണറായിക്ക് 3ാമതും തുടർഭരണം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ്, ഭരണകൂട വിരുദ്ധ വികാരം കുറയ്ക്കുവാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടാക്കി ഇയാൾ ആളിക്കത്തിച്ചത്. കഴിഞ്ഞ 6 മാസം ഈ വിഷയം ലൈവാക്കി ഇവിടെ നിർത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ പോലും നല്ലൊരു സമരം നടത്തുവാൻ ഈ സതീശന് സാധിച്ചോ? കഴിഞ്ഞ 25 കൊല്ലം സാമാജികനായി ഇയാൾ തേരാപ്പാര നടന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരൊറ്റ കാര്യമെങ്കിലും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇയാൾ UDFന് വേണ്ടി എന്ത് ഉലത്തിയെന്നാണ് പറയുന്നത്? പാർട്ടിയിൽ അനാവശ്യ മത്സരങ്ങൾ, അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ കാരണം ഇയാളുടെ താൻപോരിമ കൊണ്ടല്ലേ? ഉടയാത്ത കതറുമിട്ട് വന്നു നിന്ന് സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് പണം നൽകി എല്ലാ ദിവസവും 10 മിനിറ്റ് വായ്ത്താളം വിട്ടതല്ലാതെ ഇയാൾ കഴിഞ്ഞ നാളുകളിൽ എന്ത് ചെയ്തു? മൂക്കുത്തിയിൽ ഒളിക്യാമറയുമായി നടക്കുന്ന ഒരു പാഞ്ചാലിയെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയെ അടക്കം ഇയാൾ വീഴ്ച്ചു. രാഹുൽ ഗാന്ധി പറയുന്നതിന് പുല്ലുവില കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. KC വേണുഗോപാലിന് പോലും കേക്കച്ചനെ ഭയമാണ്. മൂക്കുത്തിയിലെ ഒളിക്യാമറ ദൃശ്യങ്ങൾ ഉള്ള സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് സതീശനെ സപ്പോർട്ട് ചെയ്യുവാൻ കാരണം കഴിഞ്ഞ 5 കൊല്ലം ഇവരുടെ കള്ളക്കമ്പട്ടങ്ങൾ വിജയനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സതീശൻ എന്ന് പറയുന്ന 3ാമനാണ്. സതീശൻ വരേണ്ടുന്നത് വിജയൻ്റെയും സുഡാപ്പികളുടെയും അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ സതീശന് വേണ്ടി ഇപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നത് പോരാളി ഷാജിമാരാണെന്ന കാര്യം നിങ്ങൾ അറിയണം. ജനലക്ഷങ്ങളാണ് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ഈ തേൻകണി വീരനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഈ സോഷ്യോപാത്തിന് അനുകൂലമായി കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഇയാൾ കോടികൾ മുടക്കി മാരക PR ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ മാനിപ്പുലേറ്ററെ, ഈ സോഷ്യോപാത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പിണറായി വിജയനേക്കാൾ ചെറ്റയായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ തേൻകണി വീരൻ മുഖ്യമന്ത്രിയായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഡോക്ടർ തോമസ് USA നിന്നും സംസാരിക്കുന്നതാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച സത്യത്തിൽ അവസരത്തിലും അനാവശ്യമായിട്ടുള്ളതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പ്രത്യേകിച്ച് അടുത്തൊരു മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു ചോദ്യം ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല ചാനലുകളിലും ഉയരുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ചർച്ച ഒന്നാമത് അനവസരത്തിലുള്ളതാണ്. അതുമാത്രമല്ല, മുമ്പ് ഞാൻ ഒരു ഓഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു നെക്കോടുള്ള ഇലക്ഷനാണ്. VD സതീശൻ പറയുന്നത് പോലെ കോൺഗ്രസ് ജയിച്ചാൽ തന്നെ ഒരു കാരണവശാലും 100 സീറ്റോ 80 ഒന്നും കിട്ടത്തില്ല. ഒരു 68 മുതൽ ജയിച്ചാൽ ഒരു 70-ന് അടുത്തും ഒരു 72 വരെയും, അതുപോലെ തന്നെ ഒരു 68 സീറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. BJP 3 മുതൽ 5 സീറ്റ് വരെ നേടാനുള്ള ഒരു സാധ്യതയാണ്. നമുക്ക് ഈ
ലേറ്റസ്റ്റ് ന്യൂസും റിവ്യൂസും അതുപോലെ തന്നെ ഓരോ കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ഇനിയിപ്പം കോൺഗ്രസ് ഒരു 75 അല്ലെങ്കിൽ 80 സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരുമെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊരു വിശകലനമാണ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, ഈ 4 പേരെക്കുറിച്ചുള്ള, ശശി തരൂർ ഇപ്പോൾ ചിത്രത്തിലില്ലെങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതിൻ്റെ കാരണം അവസാനം ഞാൻ പറയാം. അതിലൊന്നാമത് VD സതീശനെക്കുറിച്ച് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് അദ്ദേഹം ഒരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കോൺഗ്രസ്സിനോ കേരള കമ്മ്യൂണിറ്റിക്കോ ഒരിക്കലും ഗുണമാകില്ല എന്നുള്ളതിൻ്റെ ആർഗ്യുമെൻ്റാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായിട്ട്, അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായിട്ട് കഷ്ടപ്പെട്ടു, ക്യാമ്പയിൻ ലീഡ് ചെയ്തു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ VD സതീശൻ്റെ ഒരു ട്രാക്ക് ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം KPCC വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അപ്പോൾ കോൺഗ്രസ്സിലെ 10,000-കണക്കിന് പ്രവർത്തകരുണ്ട്. ബൂത്ത് തലം തൊട്ട് പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് പ്രവർത്തകരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ ഒരു MLA ആകാനോ അല്ലെ ഒരു MP ആകാനോ ഒരു മന്ത്രിയാകാനോ പ്രതിപക്ഷ നേതാവാകാനോ അല്ലെങ്കിൽ KPCC പ്രസിഡൻ്റ് ആകാനോ അവസരം കിട്ടുന്നില്ലല്ലോ. എല്ലാവരും പ്രവർത്തിക്കുന്നത് സേവനമാണ്. ഇറ്റ്സ് എ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് പ്രവർത്തകരുള്ളപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം എന്താണ് എന്തെങ്കിലും ഒരു സ്ഥാനം, അല്ലെങ്കിൽ മന്ത്രിയാകണം, അല്ലെങ്കിൽ KPCC അധ്യക്ഷനാകണം, അതുമല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതാണോ കോൺഗ്രസ് പാർട്ടി? അതാണോ ഇദ്ദേഹം, അല്ല ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ഇദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ എറണാകുളത്തുനിന്ന് പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? ഇപ്പോൾ M. ഹസനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് യൂണിവേഴ്സിറ്റിയിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. നല്ലൊരു വാഗ്മിയും. എനിക്ക് മനസ്സിലായിട്ടുള്ള അദ്ദേഹത്തിന് MLA സ്ഥാനം പോലും കിട്ടിയിട്ടില്ല. ഈ തോക്കുന്ന സീറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നല്ലതായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു KPCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ലീഡറോ അതും അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇന്നും അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ഒരു ശക്തനായ വക്താവായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള 10,000-കണക്കിന് പ്രവർത്തകരുള്ള ഈ കേരളത്തിൽ എന്താണ് VD സതീശന് മാത്രം എന്താ കൊമ്പുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കിക്കുക. അദ്ദേഹത്തിന് KPCC പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത്, വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ലഭിക്കാതെ വന്നുകൊണ്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ലഭിക്കാതെ വന്നതുകൊണ്ട് എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം രഹസ്യമായിട്ടല്ല, പാർട്ടി വേദികളിലല്ല, പരസ്യമായിട്ട് അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചും ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചില്ലേ? ഇത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല, ഇത് റെക്കോർഡുകളുള്ളതാണ്. ദയവ് ചെയ്ത് ITV ന്യൂസ് അതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് പൊതു ജനസമൂഹം ഒന്ന് കൊണ്ടുവരണമെന്നൊരു ചെറിയ അപേക്ഷയും കൂടെ എനിക്ക് സുനിൽ സാറിനോടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അഴിമതി നിറഞ്ഞ മന്ത്രിസഭയാണെന്നും മന്ത്രിമാരുൾപ്പെടെ പരാജയമാണെന്നും ഗവൺമെൻറ് പരാജയമാണെന്നും ഇടതുപക്ഷം പോലും പറയാത്ത രീതിയിൽ ശക്തമായിട്ട് പ്രതിരോധിച്ച് എതിർത്ത് ആ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ഒരു തുടർ ഭരണം ഉണ്ടാകാതിരിക്കാൻ പിണറായിയേക്കാളും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് VD സതീശൻ. എന്ന് മാത്രമല്ല, സോളാർ അഴിമതി കേസ് വന്നപ്പോൾ ആ അഴിമതി കേസിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ വിരൽ ചൂണ്ടി അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തി അദ്ദേഹത്തെ വേദനിപ്പിച്ച വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് തിരശീലയ്ക്ക് മുമ്പിൽ ആ നീതിമാനായ മനുഷ്യനെ ആക്രമിച്ച ആളുകൾ ഒരു രാക്ഷസനെ പോലെ വാക്കുകളെയ്ത പ്രവർത്തിച്ച വ്യക്തിയാണ് VD സതീശൻ. ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിനായിരിക്കും. അതുമാത്രമല്ല, കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന 10,000-കണക്കിന് ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവായിരിക്കും വേദനിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് തന്നെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെ വ്യക്തിത്വത്തെ, ഐ റെസ്പെക്ട് ഹിസ് പേഴ്സണാലിറ്റി, ഹിസ് കാലിബർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ലിമിറ്റുണ്ട്. ഒരു MLA അല്ലെങ്കിൽ മാക്സിമം ഒരു മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കുന്ന ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന ആ പൊസിഷനാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവും ഒരു അംഗീകാരവും. അതിനപ്പുറത്തേക്കൊരു സ്ഥാനത്തിന് അദ്ദേഹം അർഹനല്ല. ഇനി അഥവാ കൊടുത്താൽ അത് കോൺഗ്രസ് പാർട്ടിക്കും കേരള കമ്മ്യൂണിറ്റിക്കും അതുകൊണ്ട് ദോഷം മാത്രമേ വരത്തുള്ളൂ. ഇദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ മാത്രമല്ലല്ലോ എതിർത്ത്. ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെ മന്ത്രിയാക്കാതെ മാറ്റി നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. അതുമാത്രമല്ല, വീണ്ടും രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. വീണ്ടും വി ഡി സതീശനെ ആക്കുന്നതിന് പകരം രമേശ് ചെന്നിത്തലയെ തന്നെ ആക്കണമെന്നായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. അവിടെയാണല്ലോ രാഹുൽ ജിയും അതുപോലെ സോണിയ ജിയും ഒക്കെ ഇടപെട്ട് ഈ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവരുന്നത്. അത് ഞാൻ പറയാനുള്ള കാരണം, ഉമ്മൻചാണ്ടി സാർ ഒരു വിധത്തിലും പരിഗണിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. അത് ഇദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇപ്പം ഗണേശനെ പോലും എതിർക്കാത്ത, അതുപോലെ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ആയിട്ട് ഐ ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്ന രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്ത ഉമ്മൻചാണ്ടി സാറ് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളത് കോൺഗ്രസ് ലീഡേഴ്സ് ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണിത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അതുപോലെ ബഹുമാനപ്പെട്ട ലീഡർ, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അവർ സംരക്ഷണം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ എന്ത് വില കൊടുത്തു അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു പരിധിവരെ അത് ആവശ്യമാണ്. പക്ഷേ വി ഡി സതീശൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കി അദ്ദേഹം ആദ്യം എറിഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെയാണെങ്കിൽ രണ്ടാമത് അദ്ദേഹം എറിഞ്ഞത് ശശി തരൂരിനെയാണ്. ലോകപ്രസിദ്ധനായ ഇത്രയും കഴിവുള്ള ഒരു കോൺഗ്രസ് ലീഡർ ഇന്ന് ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു ലീഡർ കോൺഗ്രസ്സിൽ ഉള്ളത് കോൺഗ്രസ്സിനൊരു അഭിമാനമാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് നഖശികാന്ത് എതിർത്തത് ശശി തരൂരിനെയാണ്. അദ്ദേഹം ഊതി വീർപ്പിച്ച ഒരു ബലൂണാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള ഓരോ നീക്കങ്ങളെയും, പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരും, ആ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് പറഞ്ഞ് ശശി തരൂര് സമുദായ നേതാക്കളെയും മറ്റു പലരെയും കണ്ടപ്പോൾ അവർക്കൊക്കെ ശശി തരൂരിനോട് ഭയങ്കര ആദരവും അംഗീകാരവും ഉണ്ടായത്, NSS സഹിതം. പക്ഷേ ആ ഒരു നീക്കത്തെ തടഞ്ഞത് വി ഡി സതീശനാണ്. ശശി തരൂരിനെ മാത്രമല്ല, ബഹുമാനപ്പെട്ട കെ സുധാകരൻ, അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് ചത്തുകിടന്ന കോൺഗ്രസ്സിന് ഒരു ജീവൻ വെച്ചത്. അപ്പം കെ സുധാകരനുള്ളതുപോലെ ഒരു സപ്പോർട്ട് കേരളത്തിൽ എത്ര ലീഡേഴ്സിനുണ്ട്? ആ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അദ്ദേഹത്തിന് അസുഖമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി കോൺഗ്രസ് ലീഡേഴ്സിന് അറിയാവുന്ന കാര്യമല്ലേ ഇത്. കെ സുധാകരനെ പോലെയുള്ള ഒരാളെ അദ്ദേഹം മാറ്റാൻ വേണ്ടി അദ്ദേഹം എന്തെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൈക്ക് തട്ടിക്കളയുന്നതും ഇദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ദേഷ്യവും വാശിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് പുറത്തോട്ട് വരുന്നത്. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള പക എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് മറ്റ് ലീഡേഴ്സിനെ കാണുന്നത്, ഇത് നമുക്ക് അദ്ദേഹം തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. ദെൻ ഹൗ ക്യാൻ ഹി ക്വാളിഫൈ ടു ബി എ ചീഫ് മിനിസ്റ്റർ ഇൻ കേരള? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. കെ സുധാകരൻ സാറിനെ മാത്രമല്ലല്ലോ, ബഹുമാനപ്പെട്ട കെ സുധാകരനെ മാത്രമല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇറക്കിയ ചില വീഡിയോകൾ എത്രയോ മില്യൺ ആളുകളാണ് കണ്ടേ. അതുപോലുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള ഇദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്ന, പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ആ യുവനടിയെ കൊണ്ടൊക്കെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഐ ന്യൂസിൽ കൂടെ പല പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ളവരെ ഇദ്ദേഹത്തിന് തന്നെ നാളെ
പാരയായി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ആളുകളെ ഒതുക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ, ഈ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ അടുത്ത ഒരു CM ആയിട്ട് പരിഗണിക്കുന്നത്? അപ്പോൾ ആളുകൾ പറയും, അദ്ദേഹമാണ് ഓപ്പോസിഷൻ ലീഡറായിട്ട് കഷ്ടപ്പെട്ടത്, അദ്ദേഹമാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നയിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തുള്ളൂ. അദ്ദേഹം മാത്രമല്ല, കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ, ചുവരെഴുതിയ ആളുകൾ തൊട്ട് കൊടി പിടിച്ച ആളുകൾ, സമരത്തിന് പോയവരെ, ഇലക്ഷൻ പ്രചരണം നടത്തിയവർ, വീട് വീടാന്തരം കയറിയ ആളുകൾ എല്ലാവരും പ്രവർത്തിക്കുകയായിരുന്നില്ലേ? VD സതീശൻ മാത്രമല്ലല്ലോ. ഞാൻ പറയും, അദ്ദേഹം ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ടൊന്നും കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം സൗഭാഗ്യത്തിൽ ജീവിക്കുകയായിരുന്നു. പിണറായി ഗവൺമെൻറ്റിൻ്റെ അഴിമതികളെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ വേണ്ടവണ്ണം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചതല്ലാതെ ശക്തമായിട്ട് അതിനെ തുറന്നു കാണിക്കാനോ, അത് അദ്ദേഹത്തെക്കുറിച്ച് കേരള സമൂഹം പറഞ്ഞ ഒരു ആക്ഷേപം തന്നെയാണ്. ഒരു സമയത്ത് പിണറായി വിജയൻ്റെ ഒരു സപ്പോർട്ടറായിട്ട് നിഴലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നിയിരുന്നു, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസം ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നതായ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു 3-3.5 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ശമ്പളമുണ്ട്. അതുമാത്രമല്ല, ഹിസ്റ്റോറിക്കലായ കൻറ്റോൺമെൻറ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബംഗ്ലാവ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കാനുള്ള സൗകര്യം, 10-25 സ്റ്റാഫിനെ വരെ അദ്ദേഹത്തിന് വെക്കാം, സെക്യൂരിറ്റികളെ, അദ്ദേഹത്തിന് സേഫ്റ്റിക്കുള്ള ആളുകളെ, അതുപോലെ അദ്ദേഹം ഉപയോഗിക്കുന്നതായ വാഹനം, അത് സർക്കാർ വാഹനം, ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള വാഹനം, അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ മെയിൻ്റനൻസും, അതിന് വേണ്ടതായിട്ടുള്ള ഗ്യാസ് പെട്രോൾ എല്ലാം അടിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ. അതുമാത്രമല്ല, അദ്ദേഹം താമസിക്കുന്ന വീടിന് എന്തെങ്കിലും മെയിൻ്റനൻസ്, ഒരു പൈപ്പ് മാറ്റണമെങ്കിൽ പോലും കംപ്ലീറ്റ് ചിലവും സർക്കാരാണ് വഹിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഏത് അസുഖം വന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ചികിത്സിക്കാൻ പ്രോമിനൻ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്യാനുള്ള എല്ലാ അലവൻസും അദ്ദേഹത്തിനുണ്ട്, ഇൻഷുറൻസുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ട്രാവൽ അലവൻസ്, ഈ ആനുകൂല്യങ്ങൾ എല്ലാം കൂടാതെ അദ്ദേഹത്തിന് ഇനി റിട്ടയർ ആയിക്കഴിഞ്ഞാലും എല്ലാ മാസവും അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കും. അപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് ലീഡറിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നയിച്ചത്. സാലറി വൈസ് ആയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കോമോഡേഷൻ വൈസ് ആണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അനുസരിച്ചാണെങ്കിലും അദ്ദേഹത്തിന് ഒരു വലിയ പോസ്റ്റാണ് കിട്ടിയത്. ആ ഡ്യൂട്ടി മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു യാത്ര നയിച്ചു. വേറെ എല്ലാ ലീഡേഴ്സ് യാത്ര നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു യാത്ര നയിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ശശി തരൂരിനെയോ അല്ലെങ്കിൽ കെ സുധാകരനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരൊരു യാത്ര നയിച്ചേനെ. ഇദ്ദേഹത്തിന് മാത്രമല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് DK കുറിച്ച് നോക്കാം. കർണാടകത്തിലെ DK ശിവകുമാർ എന്ന് ഓൾ ഇന്ത്യ ലെവലിൽ ആ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ശക്തനായ ലീഡറാണ്. ഇപ്പം സിദ്ധരാമയ്യ ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇരുന്നെങ്കിലും കർണാടകയുടെ ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരങ്ങൾ നയിച്ചതും ശക്തമായി മുമ്പിൽ നിന്ന് DK ആണ്. DK ഇലക്ഷൻ സമയത്ത് അദ്ദേഹം 1500 കോടിയിൽ പകരം അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം 1500 കോടിയിൽ പരം പൈസ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയ ആളാണ്. പക്ഷേ കർണാടകയിൽ ഗവൺമെൻറ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു DK ആകുമെന്ന്. DK ആയില്ലല്ലോ, സിദ്ധരാമയ്യല്ലേ ആയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സീനിയർ ലീഡറാണ്. എല്ലാ സമുദായങ്ങളുമായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ DK ആയില്ല, DK മാറിയിട്ട് സിദ്ധരാമയ്യ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവമാണ് നമ്മൾ കർണാടകയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ചും രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോൾ ഓപ്പോസിഷൻ ആയിരുന്നു പ്രവർത്തിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു CMൻ്റെ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് ജയിക്കുകയാണെങ്കിൽ ഒരു CMൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കില്ല VD സതീശനെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി രണ്ടാമത് നമുക്ക് ചിരി വരുന്ന അടുത്ത ഒരു കാൻഡിഡേറ്റായിട്ട് CM ആയിട്ട് പരിഗണിക്കുന്ന ആരാണ് ബഹുമാനപ്പെട്ട
കെ സി വേണുഗോപാൽ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു മന്ത്രി ലെവലിൽ വരെ അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ ശ്രീ വേണുഗോപാലിനെ കൊണ്ടുവന്നാൽ അത് കേരളത്തിന് ഒരിക്കലും ഒരു ഗുണമാകത്തില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ കാരണസഹിതമായി പറയുന്നത്, കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വന്ന മാറ്റങ്ങൾ എന്താണ്? പ്രോമിനൻ്റ് ഇപ്പോൾ G23 എന്ന് പറയുന്ന ആ ലീഡേഴ്സ് എല്ലാം അവർ വിമതരായിട്ട് പ്രവർത്തിക്കാനും കപിൽ സിബലിനെ പോലെയുള്ള ഗുലാം നബിയെ പോലെയുള്ള ടോപ്പ് ലീഡേഴ്സ് അവർ കോൺഗ്രസ് വിട്ടു പോകാനുള്ള കാരണം ഈ ബഹുമാനപ്പെട്ട രാഹുൽജി ഈ വേണുഗോപാലിൻ്റെ മാത്രം തലയണ മന്ത്രം കേട്ടതുകൊണ്ടാണ്. അതിനകത്ത് മടുത്ത് ശശി തരൂർ മാത്രമേ ഉള്ളൂ പോയിട്ട് തിരിച്ചു വന്നത്. പോയില്ല. G23 ഒറ്റ ലീഡർ അദ്ദേഹമാണ് തിരിച്ചു വന്നത്. ബാക്കി എല്ലാവരും കോൺഗ്രസ് വിട്ടു പോയി. കോൺഗ്രസ് വിട്ട് ലീഡേഴ്സ് പോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കി അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 2021 അസംബ്ലി ഇലക്ഷനുകളിൽ 5 കീ സ്റ്റേറ്റുകളിലാണ് കോൺഗ്രസ് തോറ്റത്. കേരളത്തിൽ തോറ്റു, ആസാമിൽ തോറ്റു, വെസ്റ്റ് ബംഗാൾ തോറ്റു, പുതുച്ചേരിയിൽ ഗവൺമെൻറ് കൊളാപ്സായിപ്പോയി, നഷ്ടമായിപ്പോയി. തമിഴ്നാട്ടിലെ കോൺഗ്രസ് വെറും മൈനോറിറ്റി ആയിട്ട് മാറി. 2023 ഇലക്ഷനിൽ നോർത്ത് ഈസ്റ്റ് ഇലക്ഷൻസിൽ നാഗാലാൻഡിൽ 0 സീറ്റ്സാണ് കിട്ടിയത്. മേഘാലയയിലെ 60 സീറ്റുകളിൽ 5 എണ്ണമാണ് കിട്ടിയത്. ത്രിപുരയിലെ 3 സീറ്റ്. 2023 നമ്മളെ ഞെട്ടിക്കും. ഹിന്ദി ബെൽറ്റായ മധ്യപ്രദേശ് പോയി, ഛത്തീസ്ഗഡ് പോയി. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റാണ്, 0 സീറ്റ്. ഡൽഹിയിലെ 0 സീറ്റ്. ബീഹാറിൽ ഏറ്റവും വീക്ക് പെർഫോമൻസ്. ചുരുക്കി പറഞ്ഞാൽ 10 മുതൽ 12 സ്റ്റേറ്റുകളാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്ത് ആരെയെങ്കിലും കഴിവുള്ളവരെ ഏൽപ്പിച്ച്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനുഷ്യനാണ്, നല്ല ലീഡറാണ്, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി ഒന്നിൽ അദ്ദേഹം പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തള്ളി രാഹുൽജി പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് കാണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അവിടുന്ന് അദ്ദേഹം കേരളത്തിൽ ഇനി CM ആയിട്ട് വരാൻ പോവുകയാണ്. കെ സുധാകരൻ സാറിനെയൊക്കെ നമ്മൾ അദ്ദേഹം ഒരു CMൻ്റെ കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കാവുന്ന ആളാണെന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പോയി KC വേണുഗോപാലിനെ കൊണ്ടുവരണമെന്നുകൊണ്ട് വാദിക്കുമ്പോൾ അത് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും വീക്കായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു AICC ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് CM ആയിട്ട് പരിഗണിക്കുന്നത്? അതുമാത്രമല്ല, ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണല്ലോ. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം കൂടെ അടങ്ങിയ ഒരു ഘടകമല്ലേ. ഇദ്ദേഹം പറയുന്നതല്ലേ പിന്നെ ബഹുമാനപ്പെട്ട ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽജിയും കേൾക്കുന്നത്. അപ്പം നമ്മൾ ഈ പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നു, എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കുന്നു. അതിനുശേഷം അവർ തന്നെ വന്നിരുന്നങ്ങ് എക്സാം എഴുതുന്നതായിട്ട് ആലോചിച്ച് നോക്കിയത്. സ്റ്റുഡൻസിനെ കൊണ്ട് എഴുതിപ്പിക്കാതെ അവർ തന്നെ വന്നങ്ങ് എഴുതുക. അല്ലെങ്കിൽ നാട്ടിൽ പറയുമല്ലോ വേലി വിളവ് തിന്നുന്നു പറയാൻ്റെ കൂട്ട്. നമുക്കൊക്കെ നമ്മുടെ അമ്മമാർ അവർ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഡൈനിങ് ടേബിൾ കൊണ്ട് വിളമ്പിത്തരും. അപ്പോൾ ഈ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ ഇവർ തന്നെ വന്നിരുന്നങ്ങ് ആർക്കും കൊടുക്കാതെ അങ്ങ് കഴിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് ആ കുടുംബത്തെക്കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഹൈക്കമാൻഡിലെ ഒരു പ്രമുഖൻ തന്നെ വന്നിട്ട് മുഖ്യമന്ത്രിയാകും പോലും. നാണക്കേടെന്നല്ലാതെ എന്താ പറയേണ്ടത്? എനിക്ക് കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനോട്, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളിനോട് പറയാനുള്ളത്, ഒരു കാരണവശാലും അങ്ങനൊരു കാര്യം ചെയ്യരുത്. അത് കോൺഗ്രസിന് അപമാനമാണ്, ആശയമാണ്. അതുമാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ഇനിയായാലും ഒരു കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ ലീഡർഷിപ്പിൽ ഭരണത്തിൽ ഏറ്റവും നന്നായിട്ട് ഒരു പ്രധാനപ്പെട്ട റോളിൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു മന്ത്രിയായിട്ട്, ഹോം മിനിസ്റ്ററായിട്ടോ വല്ലതും തിളങ്ങാൻ, അത് മാത്രമല്ല ഒരു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കേണ്ടി വന്നാൽ പോലും ഇദ്ദേഹത്തിന് സാധിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കാൻ സാധ്യതകളുള്ള, അതിനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ കേരളത്തിലേക്ക് ഒരു CM ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് നല്ലതല്ല, കോൺഗ്രസ്സിന് നല്ലതല്ല, കേരളത്തിന് അല്ല എന്നുള്ളത് എൻ്റെ ഒരു വാദം. മൂന്നാമത് പരിഗണിക്കുന്ന ആളാണല്ലോ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. ഈ മുകളിൽ പറഞ്ഞ 2 ആളുകളെക്കാളും ഞങ്ങളെപ്പോലുള്ളവർ
അത് വളരെ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു CM കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കുന്നതിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത് ശശി തരൂരായിരുന്നു, അദ്ദേഹത്തെ വെട്ടി. രണ്ടാമത്തെ സ്ഥാനത്ത് K. സുധാകരനായിരുന്നു, അദ്ദേഹത്തെ വെട്ടി. മൂന്നാമത്തെ സ്ഥാനത്ത് നമ്മൾ കണ്ടിരുന്ന ആൾ ഷാഫി പറമ്പിലാണ്. അദ്ദേഹത്തിന് ഒരു പ്രായമാകാത്തത് കൊണ്ട്, കുറച്ചുകൂടെ ഒരു ഏജിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു ജനസമ്മതിയുള്ള ഷാഫി പറമ്പിലും അതുപോലെ K. സുധാകരനും ശശി തരൂർ, ഇവർ 3 പേരും ഒരേ ലെവലിൽ ജനസമ്മതിയുള്ള, ജനങ്ങളെ അവരുടെ മനസ്സിൽ സ്ഥാനമുള്ള ആളുകളാണ്. അതിൽ ഷാഫി പറമ്പിൽ കേരളത്തിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിൽ പോയി നിന്നാലും അദ്ദേഹത്തിന് ജയിക്കുമെന്നുള്ള ജനസമ്മതിയുള്ള മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ലീഡറാണ്. ഇനിയും ഒരിക്കൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഷാഫിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ചോദ്യം ഉണ്ടാകത്തില്ലെന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചർച്ചകൾ നടത്തിയപ്പോൾ നമ്മൾ പരിഗണിച്ച ഷാഫി പറമ്പിലും കഴിഞ്ഞ് നമ്മൾ പരിഗണിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. ഇന്ന് കേരളത്തിൽ നമുക്ക് പരിഗണിക്കാവുന്നതിൽ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർ. അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലീഡർ. മാത്രമല്ല ഒരു ഫോർമർ ഹോം മിനിസ്റ്ററായിട്ടിരുന്നിട്ടുള്ള, കേരളത്തിൽ ഹോം മിനിസ്റ്ററായിട്ടിരുന്നിട്ടുള്ള ആളാണ്, സീനിയർ ലീഡർ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവ്, അതിനെക്കുറിച്ച് നമുക്ക് സംശയമുള്ളൊരു കാര്യമേ അല്ല. അദ്ദേഹത്തിന് എതിരെ അഴിമതി ആരോപണങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാ സമുദായങ്ങളും, PNSS ആണെങ്കിലും ക്രിസ്തീയ സമൂഹങ്ങളാണെങ്കിലും അതുപോലെ SNDP, എല്ലാ സമുദായങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും അംഗീകാരമുള്ളൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. ഇപ്പം മുസ്ലിം ലീഗിനെ, ഇപ്പം ഞാൻ മുമ്പ് ഈ VD സതീശൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. അന്ന് അദ്ദേഹം MLA ആയിട്ടിരിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് 5ാം മന്ത്രി സ്ഥാനം കൊടുത്തതിനെതിരെയും അതുപോലെ തന്നെ സ്കൂളുകൾ മലബാർ മേഖലയിൽ അനുവദിച്ചതിനെതിരെയും ഒളിയാൻ എറിഞ്ഞ ആളാണ് ഈ VD സതീശൻ. അതുമാത്രമല്ല സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് സമുദായ നേതാക്കളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കുമ്പോൾ എല്ലാ സമുദായ നേതാക്കൾക്കെതിരെയും അതുപോലെ മുസ്ലിം ലീഗിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ രമേശ് ചെന്നിത്തല എല്ലാവരോടും ഒരു നല്ല നയമാണ് അദ്ദേഹം തുടർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ലീഡറാണ് നമുക്ക് വേണ്ടത് നാളെ ആയാലും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നല്ല ഇപ്പം ഇദ്ദേഹം മാത്രമല്ല, ഈ VD സതീശനും ഈ കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം 2 പ്രതിപക്ഷ നേതാക്കളാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന് രമേശ് ചെന്നിത്തല, 2 VD സതീശൻ. 2 പേരെയും പരിഗണിക്കേണ്ടതാണ്. അതിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ, ഭരണപരിചയം വെച്ച് നോക്കുമ്പോൾ, സമുദായത്തിലെ അംഗീകാരം വെച്ച് നോക്കുമ്പോൾ, അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അന്നൊരു ചർച്ച വന്നപ്പോൾ VD സതീശനെ വേണോ രമേശ് ചെന്നിത്തലയെ വേണോ എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് സപ്പോർട്ട് ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. അപ്പം വൈഡായിട്ട് അംഗീകാരമുള്ള ഭരണപരിചയമുള്ള രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും VD സതീശനേക്കാൾ 100 മടങ്ങ് ഒരു CM സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ യോഗ്യൻ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ലീഡേഴ്സിനെ, താഴെയുള്ളവരെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് അദ്ദേഹം ആ മൊട്ടത്തോട് പൊട്ടിച്ച് ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലണം. ജനങ്ങളുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുകയും താഴേക്കിടയിലുള്ള ലീഡേഴ്സിനെ ഒന്നിച്ച് നിർത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞാൽ, ആ ഒരു ഹയർ ലെവലിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നാൽ, ഇപ്പം ശശി തരൂർ നോക്കി എന്തോ എഡ്യൂക്കേഷനുള്ളൊരു മനുഷ്യനാണെങ്കിലും അദ്ദേഹം സാധാരണക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം അലിഞ്ഞില്ലാതാകുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അബ്ദുൽ കലാം, അദ്ദേഹം എത്ര അറിവുള്ള മനുഷ്യരാണ് അവരൊക്കെ. പക്ഷേ അവർ സാധാരണപ്പെട്ടവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഇടപെടുന്നത്. ആ രീതിയിൽ രമേശ് ചെന്നിത്തല ഒന്നുകൂടെ ആ പുറന്തോടൊക്കെ പൊട്ടിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇറങ്ങി വരാമെങ്കിൽ ഹീസ് ആൻ എക്സെപ്ഷണൽ ലീഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒടുവിലായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിച്ചാൽ, ഹൂ ഷുഡ് ബി ദി നെക്സ്റ്റ് CM എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും, ഇപ്പം വേണുഗോപാലിന് വന്ന് വീണ്ടും ഒരു MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് VD സതീശന് പോലെ ഇവരൊക്കെ ഒരു തീരുമാനമെടുത്തത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്നായിട്ട് അറിയാം, അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം, MP-മാർ മത്സരിക്കരുതെന്ന് VD സതീശനും അല്ലെങ്കിൽ കൂടെയുള്ളവരും കൂടെ ഒരു തീരുമാനമെടുത്ത് അതിനകത്ത് വേണുഗോപാൽ ഉണ്ടായിരിക്കാം.
അത് ഈ ശശി തരൂരിനെ ഒതുക്കാനും അതുപോലെ തന്നെ കെ സുധാകരനെ ഒതുക്കാനും വേണ്ടിയാണ്. അവർ രണ്ടുപേരും സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അവരെ ഒതുക്കാനാണ് എം പിമാർ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവരൊരു തന്ത്രം ഇറക്കിയത്. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് വേണുഗോപാലും മാറി നിന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രം എന്താണ് ഒരു ഔദാര്യം? അപ്പോൾ അദ്ദേഹത്തിന് വന്ന് വീണ്ടും കേരളത്തിൽ CM ആയിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എങ്കിൽ MP സ്ഥാനം അദ്ദേഹത്തിനുള്ള ആളാണ്, MP ആണ്. അപ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കെ സുധാകരനതായിക്കൂടാ? എന്തുകൊണ്ട് അങ്ങനൊരു പരിഗണന KC വേണുഗോപാലിന് ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് ആ പരിഗണന ശശി തരൂരിന് കൊടുത്തുകൂടാ? അപ്പോൾ എംപിമാരിൽ ആരെങ്കിലും ഒരാളെ CM സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ദിസ് ഈസ് മൈ ആർഗ്യുമെൻറ്റ്. അതിനകത്ത് പരിഗണിക്കേണ്ടത് വേണുഗോപാലിനെ മാത്രമല്ല, കെ സുധാകരനെ പരിഗണിക്കണം, വേണുഗോപാലിനെ പരിഗണിക്കാം, ശശി തരൂരിനെ പരിഗണിക്കാം. ശശി തരൂരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ്സിലുള്ളതിലും ഏറ്റവും എഡ്യൂക്കേഷൻ വൈസ് വെച്ചാണെങ്കിലും അതുപോലെ MP ആയിട്ടാണെങ്കിലും അദ്ദേഹം എത്ര പ്രാവശ്യമാണ് തിരുവനന്തപുരത്തുള്ള ജനതയുടെ അംഗീകാരം ഏറ്റുവാങ്ങി അദ്ദേഹം ജയിച്ചു പോയത്. തിരുവനന്തപുരം എന്ന് വെച്ചാൽ BJPക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള റൂട്ട്സ് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് അദ്ദേഹം മത്സരിച്ചു പോയത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ആ സീറ്റ് തന്നെ കോൺഗ്രസ് നഷ്ടമായി പോയത്. അദ്ദേഹത്തിന് ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗ്ലോബൽ പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലും മറ്റ് രീതിയിലും ശക്തമായിട്ട് ഒരു 20 വർഷമെങ്കിലും കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഈ പിണറായി ഭരിച്ച ഒരു 20 വർഷം പുറകോട്ട് പോയതാണെങ്കിൽ ആ പോയ ഒരു 20 വർഷം മുമ്പോട്ട് കൊണ്ടുവരുവാൻ, കേരള കമ്മ്യൂണിറ്റിയെ മുമ്പോട്ട് കൊണ്ടുവരാനും വികസനത്തിലേക്ക് കൊണ്ടുവരാനും ശക്തമായി ഇപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ടൂറിസം രംഗത്താണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലാണെങ്കിലും കേരളത്തിൽ ശക്തമായി നമ്മുടെ കമ്മ്യൂണിറ്റിയെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ കഴിവുള്ള, അതിനുള്ള അറിവുള്ള, വിദ്യാഭ്യാസമുള്ള, നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ നാഷണൽ ലെവലുകളിൽ കണക്ഷനുള്ള ഒരു ശക്തനായ കാൻഡിഡേറ്റ് തന്നെയാണ് ശശി തരൂർ. അദ്ദേഹം ഒരു CMൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്താൽ, ഇനിയും പരിഗണിച്ചാൽ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റി, അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സമൂഹങ്ങളാണെങ്കിലും മുസ്ലിം ലീഗ് വരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, ദയവായിട്ട് ഈ സ്വന്തം റീൽസിലല്ല കാര്യം, റിയാലിറ്റിയിലാണെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കോടിക്കണക്കിന് പണം മുടക്കി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും റീലിട്ട് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന റിയാസിനെ പോലുള്ളവരെ കൊണ്ട് CM എറണാകുളത്ത് തന്നെ വരണമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന VD സതീശനെ മാറ്റി നിർത്തിയിട്ട്, അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയിട്ടുണ്ട്, ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിനും കോൺഗ്രസിനും കമ്മ്യൂണിറ്റിക്കും ഗുണം വരുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു ലീഡർ ഒന്നുകിൽ ശശി തരൂർ, അല്ലെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, അതുമല്ലെങ്കിൽ കെ സുധാകരൻ. ഈ 3 പേരെ പരിഗണിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായം. അത് യുക്തിയായിട്ട് ചിന്തിച്ചാൽ കോൺഗ്രസിന് നല്ലത്, നമ്മുടെ കേരള കമ്മ്യൂണിറ്റിക്ക് നല്ലത്. പ്രേക്ഷകർക്ക് പ്രതികരണങ്ങൾ അറിയിക്കുവാൻ ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. തെൻകണി വീരൻ മുഖ്യമന്ത്രിയായാൽ എന്തായിരിക്കും അവസ്ഥ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാൻ ഒരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.